ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഹ്യൂമൻ മ്യൂസിയം ആണ് വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കാഴ്ചകളെല്ലാം നെക്സ്റ്റ് ഞാൻ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വായോ. നമ്മൾ കമ്പൈൻ ചെയ്ത് ടിക്കറ്റ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കൗണ്ടറിലാണ്. അതായത് സുന്ദർ നഴ്സറി, ഹുമയൂൺ ടോം, പിന്നെ മ്യൂസിയം, ഇങ്ങനെ 2-3 ഇതുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് ഹുമയൂൺ ടോംബിലാണ്. സോ നമുക്കത് സെപ്പറേറ്റ് ആണ് ടിക്കറ്റ് എടുക്കാനുള്ളത്. എൻട്രൻസിലോട്ടാണ് പോകുന്നത്. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് അതിനുശേഷം അതിനകത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുത്തബ്മിനാറിൽ പോയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ബാഗൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. സെയിം അവസ്ഥയാണ് ഇവിടെ ബാഗ് ചെക്ക് ചെയ്തത്. അപ്പോൾ നമ്മളതിൽ സെൽഫി സ്റ്റിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം വെക്കും. അതെല്ലാം മെമ്മറി കാർഡ് ഇതുപോലൊക്കെ ചോദിക്കുന്നുണ്ട് അവരെന്താണെന്ന്. ഞാൻ സെൽഫി സ്റ്റിക്ക് എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലാണ് വെച്ചത്. പക്ഷേ നമ്മുടെ ബോഡി ചെക്കിങ് ഒന്നുമില്ല, ബാഗാണ് നമ്മൾ മെയിനായിട്ട് അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ അകത്തോട്ട് കയറി ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. ഇന്ന് ഫുള്ള് ഓട്ടത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ ഹുമയൂൺ ടോംസിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുഗൾ ചക്രവർത്തി ഹുമയൂണിൻ്റെ ശവകുടീരമാണ് ഹുമയൂൺ ടോംബ് എന്നറിയപ്പെടുന്നത്. ന്യൂഡൽഹിയിലെ നിസാമുദ്ദീനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹുമയൂണിൻ്റെ മാത്രമല്ല ഒട്ടനവധി കല്ലറകളും ഇതിനെ ചുറ്റപ്പെട്ടിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 1565-70 കാലഘട്ടത്തിലാണ് ഇത് പണി കഴിപ്പിച്ച് തീർത്തത്. എന്നാൽ ഈ സ്മാരകം ഇന്ത്യൻ വാസ്തുശില്പരീതിയും പേർഷ്യൻ രീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഹുമയൂണിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ വിധവയായിരുന്ന ഹമീദ ബാനു ബേഗമാണ് ശവകുടീരത്തിൻ്റെ നിർമ്മാണത്തിന് ഉത്തരവിട്ടത്. ഹുമയൂണിൻ്റെ കല്ലറയ്ക്ക് പുറമെ പ്രധാന കെട്ടിടത്തിനും അനുബന്ധ കെട്ടിടങ്ങളിലും ഒട്ടനവധി കല്ലറകൾ നമുക്കിതിൽ തന്നെ കാണാൻ സാധിക്കും. ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഓൾറെഡി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഈ ശവകുടീരത്തിന് മുഗളരുടെ കിടപ്പടം എന്നാണ് അറിയപ്പെടുന്നത്. 2 തട്ടിലായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടില്ല. ഹുമയൂൺ ടോംബിൻ്റെ അടിയിലെ തട്ടിൽ 160-ൽ പരം മുഗൾ കുടുംബാംഗങ്ങളുടെ കല്ലറകളാണ് ഉള്ളത്. ഇസാ ഖാൻ്റെ ശവകുടീരം, ബുഹാലിമയുടെ ശവകുടീരം, അഫ്സർവാലോ ശവകുടീരം, അങ്ങനെ ഒട്ടനവധി ശവകുടീരങ്ങളാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്.
बहुत चमगादड़ है, चमगादड़ बहुत है, समझ जा। പോട്ടെ അവിടെ അതിൻ്റെ അകത്ത് എന്താണെന്ന് ഒരു പിടുത്തവുമില്ല. ഒരു ചെറിയ ഇടവഴിയാണ്, കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. അതിൻ്റെ അങ്ങോട്ടത്തേക്ക് നമ്മൾ ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് പോലും നമുക്കൊന്നും വ്യൂ ചെയ്യാൻ നന്നായിട്ട് പറ്റുന്നില്ല. ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല. എല്ലാം ഇങ്ങനെ നില്ലുങ്ക പൈസ വഴി തരുമോ? ഞാൻ കുഞ്ഞു നോക്കുന്നുണ്ടോ?
നേരത്തെ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു 160-ൽ പരം ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അതിൽ കുറച്ച് ശവകുടീരങ്ങളാണ് ഈ കാണുന്നത്. നമ്മളായിരുന്നാലും എല്ലാം കണ്ടിട്ടില്ല. നമ്മൾ ഏകദേശം ഒരു 50ഓളമേ കണ്ടിട്ടുള്ളൂ. ഇതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അടിത്തട്ടിലാണ് കൂടുതലായിട്ടുള്ളതെന്ന്. അപ്പോൾ അതൊന്നും നമുക്ക് വ്യൂ ചെയ്യാൻ സാധിച്ചിട്ടില്ല. നമ്മൾ ഹുമയൂൺ ടോംസിൽ നിന്ന് ഇറങ്ങിയാണ്. നല്ല ടയേർഡായി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.